വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് കോഴിക്കോട് പോവുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും ഉണ്ട്. അമ്മ, ഞാൻ, കിച്ചൻ, ചേച്ചി, നിറ്റു, ഞങ്ങളെല്ലാവരും ഉണ്ട്. പോരാത്തന്നെ നമ്മൾ വല്യമാമനെയും കൊണ്ടാണ് പോണത്. ഇന്ന് വല്യമാമനെ ഞാൻ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമനെ ഡോക്ടറെ കാണിക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിംസ് ഹോസ്പിറ്റലിലാണ് മാമനെ കാണിക്കാൻ പോകേണ്ടത്. അപ്പോൾ അവിടെ പോകണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് കറങ്ങും. നാളെ ന്യൂ ഇയറൊക്കെ അല്ലേ, കോഴിക്കോടും കൂടി ആകുമ്പം അറിയാലോ, ന്യൂ ഇയറിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ പറ്റുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് വരണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ മാമനെ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയം 10 മണിയായി. 9 മണി 9:30 ആകുമ്പോഴേക്കും ചെല്ലാൻ പറഞ്ഞതാണ് മാമ. നമ്മൾ 10 മണിക്കാണ് പോണത്. മിക്കവാറും കയറുന്നോട് കൂടിയിട്ട് നമുക്ക് ചീത്ത കേൾക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. നിറ്റു ഇങ്ങോട്ട് നോക്കടാ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ ഗൈസ്. നമുക്കിനി വഴിയെ നമ്മുടെ യാത്രകളിലെ ഓരോ വിശേഷങ്ങൾ നമുക്ക് കാണാം. കോഴിക്കോട്, ഞാനെന്നാ കോഴിക്കോടേക്ക് വരുന്നുണ്ട്, നിന്നെ കാണാം. എപ്പോ എത്തണം? 12:30 ആകുമ്പോ അവിടെ എത്തും. എന്നിട്ട് ഒരു 1 മണി 1-2 മണിയാകുമ്പോ നമുക്ക് കാണാം. ഞങ്ങൾ അപ്പൊ എല്ലാവിധ സെറ്റപ്പുകളും റെഡി ആയിട്ടുണ്ടോ? കണ്ട എന്റെ മാമന്റെ പോസ് നോക്കൂ ഗൈസ് നിങ്ങൾ. അപ്പോൾ നോക്കിയാൽ നമ്മൾ കോഴിക്കോട് പോകുന്ന വഴിക്കുള്ള പാലത്തിൻ്റെ പണി ഏകദേശം അല്ല, ഒരുവിധമൊക്കെ കംപ്ലീറ്റ് ആയി. ഒരു സൈഡ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് റോഡൊക്കെ എത്ര വീതി കൂടി ഇപ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മുടെ നാടും വികസിച്ചു എല്ലാ രീതിയിലെന്ന്. അപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ആ റൂട്ടിൽ കൂടെ ഇങ്ങനെ പോകാനും. സത്യം പറഞ്ഞാൽ നമ്മൾ പോകുമ്പം അത്ര ദൂരമൊന്നും തോന്നിയില്ല. റോഡൊക്കെ നന്നാക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ ഏകദേശം കോഴിക്കോട് എത്താനായി കേട്ടോ. അപ്പം കോഴിക്കോട് എത്തുന്നതിന് മുന്നേ ഒരു ഹോണ്ട സിറ്റിയുടെ ഒരു ഷോറൂമുണ്ട്. നല്ല ഷോറൂമാണ് കേട്ടോ. അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഞാൻ അവിടെ നിന്ന് വണ്ടിയൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഏകദേശം കോഴിക്കോട് എത്തി. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതാണ് നമ്മുടെ ഫോക്കസ് മോൾ. അതായത് നമ്മൾ KSRTC എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് ഫോക്കസ് മോൾ വരുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പ്രൈവറ്റ് സ്റ്റാൻഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഠിക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം വഴിയായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ മിംസ് ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിലെത്തി. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര വെയിലായിരുന്നു കേട്ടോ ഗൈസ്. ശരിക്കും നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ പൊള്ളി എന്ന് പറഞ്ഞ അവസ്ഥയായി. അപ്പോൾ നമ്മൾ ഏത് കൂടെ കയറേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം താഴത്തേക്ക് തന്നെയാണ് പോയത്, പക്ഷെ താഴത്ത് എമർജൻസി വിഭാഗമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയപ്പം അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു. അപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് മുകളിലേക്ക് സ്റ്റെപ്പ് വഴി കയറിയിട്ട് മുകളിലേക്ക് വേണം പോകാൻ, അവിടെയാണ് കൺസൾട്ടേഷനൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മാമൻ ഇതാ വേഗം ധൃതി പിടിച്ച് പോവുകയാണ്. നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ എത്തി കിട്ടോ. പക്ഷേ മാമന് ടെൻഷനായി, ഇനി നേരം വൈകിയോ എന്ന് വിചാരിച്ചിട്ട് മാമ ഓടുകയാണ് വേഗം. അങ്ങനെ ഇതാ ആസ്റ്റർ മിംസ് കോഴിക്കോട് നല്ല ഹോസ്പിറ്റലാണ്. നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടുത്തെ. അപ്പോൾ നമ്മളിതാ ഉള്ളിൽ കയറി. അപ്പോൾ അവിടെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പ്രമാണിച്ചതേ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. കുഞ്ഞി പിള്ളേരെല്ലാവരും അവിടെ ഒന്ന് പോയി നോക്കുന്നുണ്ട്. അങ്ങനെ കിച്ചനും നിറ്റ ബേബീനെയും കൊണ്ട് പോയി അവൾക്കും അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ നിറ്റുവിനാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറിച്ച് കയ്യിൽ പിടിക്കണം. അവൾ അതിന് വേണ്ടിയിട്ട് കിടന്ന് കിണുങ്ങുമായിരുന്നു. അങ്ങനെ അവസാനം അതൊക്കെ കഴിഞ്ഞ് മാമനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി കാണിച്ചു. മാമ വന്നു. എന്നിട്ട് എന്താ എങ്ങനെ ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഡോക്ടർ എക്സസൈസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഏകദേശം പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോവാണ്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. പാർക്കിംഗ് ആണെങ്കിലും ഹോസ്പിറ്റലിൻ്റെ അകത്താണെങ്കിലും ഒക്കെ നല്ല പോലെ ഫില്ലായിട്ടുണ്ടായിരുന്നു. നല്ല ഹോസ്പിറ്റലും നല്ല സർവീസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങളിതാ മാമനൊക്കെ കാണിച്ചു കഴിഞ്ഞു. ഞങ്ങളിതാ പാർക്കിങ്ങിലേക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. നല്ല തിളച്ച വെയിലെന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ തിളച്ച വെയിൽ. നമ്മളിനി വണ്ടിയിൽ കയറുമ്പോൾ നമ്മുടെയൊക്കെ ബാക്ക് നല്ല സുഖമായിട്ട് പൊള്ളിയിട്ട് നല്ല രസമുണ്ടാവും. അതന്നെ AC ആണെങ്കിൽ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ തണുക്കും കൂടി ഇല്ല. അതാണ് അവസ്ഥ. നമ്മുടെ വണ്ടി കണ്ട പൊട്ട വെയിലത്താണ് ഗൈസ് കിടക്കുന്നത്. മാമ ആരേനെ വിളിച്ച് കാര്യമായിട്ട് ഡോക്ടറെ കണ്ട കഥയൊക്കെ പറയുന്നുണ്ട്.
എന്തായാലും ഇനി നമ്മൾ നേരെ പാരഗണിക്കാണ് പോണത്. പാരഗണത്തെ ബിരിയാണി കഴിച്ച് നമുക്ക് ഈ ഒരു വെയിൽ കൊണ്ട ക്ഷീണം തീർക്കണം. പാരഗണിൽ നല്ല ക്യൂ ഉണ്ടോയെന്ന് അറിയില്ല, നോക്കി നോക്കാം. അപ്പോൾ സമയം 3 മണി ആവാനായിട്ടുണ്ട്, അതുകൊണ്ട് അതെ എല്ലാവരും പോയിണ്ടാവും. അങ്ങനെ പാരഗണിന് പാർക്കിങ് കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളൊരു പാർക്കിങ്ങിലേക്ക് വന്നിട്ട് വണ്ടി ഇട്ടു കേട്ടോ. ഇവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ നടക്കാച്ചിട്ടാണ്. അപ്പം ഇനി എന്തായാലും വേഗം പോട്ടെ. ഇന്ന് പാരഗണിൻ്റെ ഫ്രണ്ടിൽ വലിയ ക്യൂ ഒന്നും കണ്ടില്ല. ഞങ്ങളിപ്പോൾ ഒന്ന് വട്ടം കറങ്ങി വന്നതാണ് ഗൈസ് സത്യം പറഞ്ഞാൽ. എന്തായാലും ഇനി നമുക്ക് വേഗം പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. പാരഗണിൽ ഒടുക്കത്തെ ക്യൂ ആണ് ഗൈസ്. നമ്മൾ അതേപടി പോന്നു, കാരണം അത്രയും സമയം ക്യൂ നിന്ന് ഉണ്ണീനായിട്ട് ഫുഡ് കഴിക്കാൻ ഉള്ള ഒരു കപ്പാസിറ്റി നമുക്കില്ല. അപ്പം ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ചേക്കേറുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം റഹ്മത്താണ്. പോയി നോക്കാം ഇനി അവിടെ എന്താ അവസ്ഥ എന്ന്. അങ്ങനെ ഞങ്ങൾ ഇതാ റഹ്മത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി. നമ്മുടെ വണ്ടി ഇവിടെ പാർക്കിങ്ങിന് കൊടുത്തിരുന്നു. അവരാണ് വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ അവരപ്പുറത്തെ ഗ്രൗണ്ടിലാണ് അവർ പാർക്ക് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവരെ തന്നെ വണ്ടി എടുത്ത് കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് പുറത്ത്. ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പിന്നെ ബീഫ് റിബ്സുമാണ് കഴിച്ചത്. അപ്പം 3ഉം അടിപൊളിയായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടുന്ന് പോട്ടെ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോണത് മാമൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്കിൾ ഓഫീസിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവർ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് നേരെ ആ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോകാം. ഇതൊക്കെ അങ്ങനെ എന്താ ഗൈസ്, ഞങ്ങളിവിടെ കുത്തിരിപ്പായി. മാമനും അങ്കിളും കൂടെ സംസാരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ചെറുതിന് ബിസ്ക്കറ്റ് നോക്കി, ബിസ്ക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗീ കേക്ക് വാങ്ങി. വേറെ ഓപ്ഷൻ ഇല്ല, എന്തെങ്കിലും കയ്യിൽ പിടിക്കാൻ കൊടുക്കണ്ട വെച്ചിട്ടാണ് വാങ്ങിയത്. കേക്ക് മറ്റേ ബിസ്ക്കറ്റ് നോക്കിയിട്ടാണ് പോയത്, പക്ഷെ അതില്ല. പിന്നെ കേക്ക് വാങ്ങി. പിന്നെ ഞങ്ങൾ പോട്ടെ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിതാ നേരെ SM സ്ട്രീറ്റിലോട്ട് പോയിട്ടാവും. പതിവ് പോലെ തന്നെ SM നിറഞ്ഞ് കവിഞ്ഞ് ആൾക്കാരെ കൊണ്ട് ഒഴുകിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ അമ്മയ്ക്കും കിച്ചനൊക്കെ കൂളിംഗ് ഗ്ലാസ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ കയറിയ പാടെ ഒരു കട കണ്ടപ്പോൾ, കടയല്ല ഇങ്ങനെ കുട വെച്ചിട്ട് ഉള്ളൊരു സെറ്റപ്പാണ് അവരുടേത്, ഷോപ്പായിട്ടല്ല. അപ്പോൾ അവിടെ നിന്ന് 2 പേർക്കും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വാങ്ങി. അതോടൊപ്പം ചേച്ചി നിറ്റ ബേബിക്ക് വേണ്ടിയിട്ട് 2 ഹെയർ ബോയും വാങ്ങി. അത് കഴിഞ്ഞ് കമ്മലും വാങ്ങിയിട്ടോ അവർ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വേറൊരു ഉണ്ണിയോളം ഡ്രസ്സ് കിട്ടുന്ന ഒരു ഷോപ്പിൽ പോയി. മാമൻ നിറ്റ ബേബിക്ക് 2 ഡ്രസ്സ് വാങ്ങി. നിറ്റുകുട്ടാ വെള്ളം വേണ്ടത് കുഞ്ഞിന്. അയ്യോ സ്റ്റോക്കിങ് എടി വലുതാണ് നല്ലത്. ഈ കടയുടെ പേര് ക്യൂട്ട് അല്ലേ? അതെ, നമ്മൾ SM സ്ട്രീറ്റിലുള്ള ഉണ്ണിയുള്ള ഡ്രസ്സ് കിട്ടുന്ന ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. കടയുടെ പേരാണ് ക്യൂട്ട്. നമ്മൾ SM സ്ട്രീറ്റിലേക്ക് കയറിയിട്ട് ലെഫ്റ്റിലേക്കുള്ള റോഡ് കയറി കഴിഞ്ഞാൽ എൻഡിലാണ് നമ്മുടെ ഈ കട വരുന്നത്. അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് ഇവിടെ കയറി വെക്കും. നമ്മളെന്തായാലും എടുക്കട്ടെ. അങ്ങനെ അടുത്ത് നമ്മൾ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ലേഡീസും ജെൻസും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചെരുപ്പ് കടയിലേക്ക് കയറി. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ SM പോകുമ്പോൾ എപ്പോഴും ചെരുപ്പൊക്കെ ഇവിടുന്ന് ഈ ഒരു കടയിൽ നിന്നാട്ടോ വാങ്ങിയിരുന്നത്. കാരണം നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇതിപ്പം ചേച്ചിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അവൾ 3 ഹീൽസാണ് ഗൈസ് എടുത്തത്, 3 എണ്ണം.
പക്ഷേ എടുക്കുന്നതിന് തെറ്റില്ല. നമ്മൾ 3 ജോഡി പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരു 3000 രൂപയും കൊണ്ട് പോകണം. ഇവിടെ ആകുമ്പോൾ 3 ജോഡി 1000-1500 റേഞ്ചിലാണ് വരിക. അവൾ എടുത്ത 3 എണ്ണത്തിനും കൂടെ 1500 ആയിട്ടുള്ളൂ കേട്ടോ. ഒരു ജോഡിക്ക് 500 രൂപ വെച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഹീൽസും ആയിരുന്നു എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ ഒരു പുതിയതായിട്ട് സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലും പോയി. അതിൻ്റെ ഉള്ളിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും ഒറ്റ ഉറവിടമായിട്ടുള്ളൊരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ചെരുപ്പ്, ഡ്രസ്സ്, പിന്നെന്താ ഫാൻസി, പിന്നെ ഫുഡ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത്. മാക്സിമം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ മാനാഞ്ചിറ സ്ക്വയറിൽ പോയി. മാനാഞ്ചിറ സ്ക്വയറിലെത്തിയപ്പം എനിക്ക് നല്ല രീതിയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഉണ്ണിക്ക് ഞാൻ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എടുത്തതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെയും ആയിരക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ശനിയും ഞായറൊക്കെ ദിവസമൊക്കെ പോയിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു മാനാഞ്ചിറ സ്ക്വയർ. ഒരുപാട് ഓർമ്മകളാണ് കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ച് എനിക്കാണെങ്കിലും എൻ്റെ ചേച്ചിക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതാ ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മളിതാ ഫലൂഡ നേഷനിൽ ഒരു 4-5 ഐസ്ക്രീമും കൂടെ വാങ്ങിയിട്ടാണ് ബീച്ചിലേക്ക് പോയത്. ബീച്ചിലേക്ക് നമ്മൾ പകുതി വരെ ഓട്ടോയിലും അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുകട്ടോ ചെയ്തത്. കാരണം അന്ന് ആ ഭാഗത്തേക്കൊന്നും കാറ് വിടുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വണ്ടി മാനാഞ്ചിറ സ്ക്വയറിൻ്റെ അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബീച്ചിലെത്തി. ഇരുട്ടായതുകൊണ്ട് തന്നെ വലിയ ക്ലിയർ ഒന്നും ഇല്ല വീഡിയോയ്ക്ക്. അങ്ങനെ ഒരു സ്ഥലം കിട്ടി. മാമൻ ആദ്യം തന്നെ അവിടെ ഇരുന്നു. കിച്ചൺ ഇതാ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി ഉണ്ണിക്ക് കടൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഞാൻ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിറ്റു ബേബി ആണെങ്കിൽ ഇതാ അവളെ മാമൻ്റെ തോളത്തും കയറിയിരിക്കുകയാണ്. മാമ ചെന്ന പാടെ ആ മണെല്ലാം അങ്ങോട്ട് കിടന്നു, നടുവേനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട്. നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞു, കാറ്റല്ലായിരുന്നോ. അങ്ങനെ അതൊക്കെ കണ്ടു. ഇതേ മിന്നാമിനുങ്ങളും ഒക്കെ ആയിട്ട്. ഇരുട്ടാണ്. നിങ്ങൾ വിചാരിക്കും ഇരുട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയല്ല കേട്ടോ, വേറെ തന്നെ ഒരു ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മിന്നാമിനിങ്ങിനെയും ഒക്കെ കാണിച്ചിട്ട്, മിന്നാമിനിങ് അല്ലായിരുന്നു കേട്ടോ, മറ്റേ പ്ലെയിൻ പോകുന്നതായിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ചധികം നേരം തന്നെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നിറ്റു ബേബിക്ക് മാനാഞ്ചിറയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു കളിപ്പാട്ടായിരുന്നു കേട്ടോ അത്. ഒരു വാള് പോലത്തെ ഒരു സാധനം ലൈറ്റൊക്കെ ആയിട്ട് അത് അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾ. നിറ്റു ആണെങ്കിൽ മാമൻ്റെ തോളിൽ ഇരുന്നിട്ട് തുള്ളിയോണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമായിട്ട്. അങ്ങനെ ഞങ്ങളിതാ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇന്ന് എന്തുകൊണ്ടാണെന്നറിയില്ല, സാധാരണ ന്യൂ ഇയറിന് ഇവിടെ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടു നമ്മളിവിടെ ഇരുന്നു. അപ്പോൾ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഉള്ളവർ പറഞ്ഞതൊന്നും പ്രോഗ്രാമൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഇനി പറ്റുകയാണെങ്കിൽ നമ്മൾ ലുലുവിലൊന്ന് കയറും. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ഇതാ ഗൈസ്, ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആയിരിക്കട്ടെ ഇത്. അപ്പോൾ ഞങ്ങൾ ഡിസംബർ 31 കാലത്ത് 10 മണിയായപ്പോൾ, രാവിലെ 10 മണിക്ക് ഇവിടുന്ന് പോയതാണ്. ഞങ്ങൾ തിരിച്ചെത്തിയത് ജനുവരി 1-ാം തീയതി 2025 2:15 ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത് കേട്ടോ. അപ്പം ഞങ്ങൾ ന്യൂ ഇയർ ഒക്കെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു, എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും ഞങ്ങൾ ആഘോഷിക്കാറില്ല. ഇപ്രാവശ്യം വല്യമാമ വന്നുകൊണ്ടും ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോയതുകൊണ്ടാണ് ഈ ഒരു ന്യൂ ഇയർ ഇത്രയും മനോഹരമായത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.